നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ചില ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുമ്പം നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വിചാരിക്കും ലൈക്ക് എനിക്ക് അവരുടെ പോലെ ഒരു പേഴ്സണാലിറ്റി കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആവാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. അങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഉള്ളവരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവര് അറിയാണ്ട് തന്നെ നമ്മളെല്ലാം അവരിലോട്ട് ഒരു മാഗ്നറ്റിലോട്ട് അടുക്കുന്ന പോലെ ആകർഷിക്കപ്പെടും. ചില ആൾക്കാര് എന്താ പറയുന്ന ജന്മസിദ്ധമായിട്ട് അങ്ങനെയുള്ള പേഴ്സണാലിറ്റിക്ക് ഉടമകളാണ്. പക്ഷെ എങ്കിലും കുറെ ആൾക്കാർ അങ്ങനെയല്ല, അവര് ഒത്തിരി കഷ്ടപ്പെട്ട് അങ്ങനെയുള്ള സ്കിൽസ് ഏൺ ചെയ്തെടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എങ്ങനെ അങ്ങനെയുള്ള സ്കിൽസ് ഏൺ ചെയ്തെടുക്കാം എന്ന് എൻ്റെ ചില അനുഭവങ്ങളും ഞാൻ പഠിച്ച പാഠങ്ങളും ഞാൻ കണ്ടിട്ടുള്ള ബാക്കിയുള്ളവരുടെ പ്രവൃത്തികളിൽ നിന്നൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഞാൻ വലിയ സംഭവമൊന്നുമല്ല, ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ പേഴ്സണാലിറ്റി അല്ല ഞാൻ. പക്ഷേ എൻ്റെ പേഴ്സണാലിറ്റിയിൽ മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്ന, വീണ്ടും വീണ്ടും അതിനു വേണ്ടി ഒത്തിരി പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതിന് ബേസിക്കായിട്ട് വേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസും ഷൈനസും ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞ ഒരു ടേമും ഒക്കെ എല്ലാം മൂന്ന് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഒരാൾ ഷൈ ആണ്, ഒരാൾ ഇൻട്രോവേർട്ട് ആണെന്ന് വെച്ച് അയാൾക്ക് കോൺഫിഡൻസ് ഇല്ലെന്നല്ല അർത്ഥം. ഒരു ഷൈ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആള്, ഷൈ അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ആയിരിക്കുക എന്ന് പറയുന്ന അതൊരു നമ്മുടെ ഒരു ട്രെയ്റ്റ് ആണ്. ചിലപ്പോൾ നമുക്ക് ജനറ്റിക്കലി അതങ്ങനെയാണ്, നമ്മുടെ ജീൻസ് അങ്ങനെയാണ്. അപ്പൊ ഒരു ജീനിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതിനൊരു വ്യത്യാസം വരുത്തുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സംഭവം അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സംഭവമാണ്. അത് നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ പ്രവർത്തിച്ച് നമുക്ക് ഈ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഒരാള് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, കോൺഫിഡൻ്റ് ആകുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു മീറ്റിങ്ങിൽ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായം ചോദിക്കുന്നു. ഇപ്പൊ എല്ലാവരും ഇപ്പം എന്നോടൊരു അഭിപ്രായം ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ പറയാണ് ഐ എം ഓക്കെയാണ്, എന്ത് പറഞ്ഞാലും ഓക്കെയാണ് എന്നതാണ് എൻ്റെ ഒരു മറുപടി എന്നുണ്ടെങ്കിൽ, എനിക്ക് ഓക്കെ അല്ലാത്ത ഒരു കാര്യവും എനിക്ക് ഓക്കെയാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്നോട് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതെന്ത്, അതിനോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല, അതിന് പ്രത്യേകിച്ച് ഒപ്പീനിയനും ഇല്ല, അഭിപ്രായം പറയാനും ഇല്ല, ഒന്നുമില്ല എന്നുള്ള ഒരു ഇംപ്രഷനാണ് നമ്മളെ കുറിച്ച് ഉള്ളത്. അപ്പം അതെങ്ങനെ മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഇഷ്ടമില്ല എന്ന് തന്നെ പറയാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ നോ പറയേണ്ട അടുത്ത് നോ പറയുക. ഇപ്പം നോ പറയാനായിട്ട് പല രീതികളുണ്ട്. ഐ കനോട്ട് ഡു ദാറ്റ്, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല അത്, ഈ ഒരു രീതിയിൽ അല്ലാണ്ട് തന്നെ ഇത് ഇങ്ങനെ ചെയ്താൽ അങ്ങനെയാണ് എന്ന് കാര്യം ഞാൻ എന്തുകൊണ്ട് അതെങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഒരാളോട് വളരെ പ്ലീസ്ഫുൾ ആയിട്ട് തന്നെ നോ പറയാനായിട്ട് പറ്റും. അപ്പം അത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ട്രെയ്റ്റ് ആയിട്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ കോൺഫിഡൻസ് നമ്മളറിയാതെ തന്നെ അവിടെ ബിൽഡ് ചെയ്തെടുക്കും. അത് നമ്മുടെ പേഴ്സണാലിറ്റിയെ ഒന്ന് ഷെയ്പ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അറിവ്, നോളജ്. നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി കറണ്ട് അഫെയർസ്. ഇപ്പൊ എല്ലാത്തിനെ കുറിച്ചും, ഈ ലോകത്ത് നടക്കുന്ന എല്ലാത്തിനെ കുറിച്ചും അറിവുള്ള ആൾക്കാരൊന്നും കാണത്തില്ല. പക്ഷേ എങ്കിലും ബേസിക് ആയിട്ട് എല്ലാത്തിനെ കുറിച്ചും അറിവുണ്ടായിരിക്കുക എന്നുള്ളത്. എൻ്റെ ലൈഫിൽ എവിടെയൊക്കെ എനിക്ക് പരാജയപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇപ്പൊ ഞാൻ കുറെ വായിക്കും, പക്ഷെ എനിക്ക് കുറെ വായിക്കാൻ പറ്റിയിരുന്ന കുറെ അവസരങ്ങളൊക്കെ ഉണ്ട്, സമയങ്ങളൊക്കെ ഉണ്ട്. അന്നൊന്നും ഞാൻ ബുക്കൊന്നും അധികമൊന്നും വായിക്കത്തൊന്നും ഇല്ലായിരുന്നു. അന്നേ തൊട്ട് ഞാൻ കുറെ ബുക്സ് ഒക്കെ വായിച്ചിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ നോളജ് ഇതിൽ കൂടുതൽ ബിൽഡ് ചെയ്യാൻ പറ്റിയേനെ. അപ്പൊ ഈ ബുക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നോളജ്, അത് ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ പതുക്കെ നമ്മൾ അറിയാണ്ട് തന്നെ നമുക്കൊരു ലൈഫിനെ കുറിച്ചുള്ള അവബോധം, അല്ലെങ്കിൽ സൊസൈറ്റി, അങ്ങനെ കുറെ നോളജ് നമ്മൾ ഗെയിൻ ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മുടെ പേഴ്സണാലിറ്റി വരുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസമാണ്.
അപ്പൊ ഈ ഒരു നോളജ് ഗെയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാണ്ട് നമ്മൾ കുറെ കോൺഫിഡൻസ് ബിൽഡ് ആവും. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ നമുക്കൊരു 18 അല്ലെ 20 വയസ്സ്, ഇവിടെയൊക്കെ ആണെങ്കിൽ 18 വയസ്സ് കഴിയുമ്പോൾ തന്നെ, നാട്ടിലെ ഒരു രീതിയൊക്കെ വെച്ചിട്ട് വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിയുമ്പം ഒരു 22 23 വയസ്സ് കഴിയുമ്പം ആ ഒരു സമയത്തെങ്കിലും നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കോൺഫിഡൻസ്, നമ്മളെ നമ്മളാക്കി നമ്മുടെ കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു പ്രാപ്തരാക്കുന്ന ഒരു സംഭവമാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് വെച്ചാൽ, ഞാൻ എത്ര പ്രായമായാലും, ഇനിയിപ്പോൾ 80 വയസ്സായാലും എനിക്ക് ബുദ്ധിയും ബോധവും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം എന്നുള്ളതാണ്. അതിപ്പോൾ ഞാൻ പഠിച്ച ജോലിയിൽ തന്നെ എനിക്ക് ജോലി ചെയ്യണമെന്നൊന്നുമില്ല, ഏതെങ്കിലും രീതിയിൽ ഒരു സോഴ്സ് ഓഫ് ഇൻകം എനിക്ക് കിട്ടണം. അതല്ലാണ്ട് ഞാൻ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട. എത്ര പ്രായമായാലും ആ പ്രായത്തിനും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയ ജോലിയോ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉള്ള ഒരു ആളോട് നമുക്ക് തോന്നുന്ന ഒരു ബഹുമാനം എന്ന് പറയുന്നുണ്ടല്ലോ, അത് വേറൊരു ലെവലായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്ത് കാര്യത്തിനും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ അവരുടെ മുന്നിൽ നമ്മൾ അവരുടെ താഴെയാണ്. അവർക്ക് തോന്നും നമ്മൾ അവരുടെ താഴെയാണെന്നും, നമുക്ക് തോന്നും അവർ നമ്മുടെ മുകളിലാണെന്നും. അങ്ങനെ ഒരു 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 ഡിവിഷൻ അവിടെ വരും. അത് വരാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവർക്ക് നമ്മളോട് ബഹുമാനം തോന്നണം എന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്. അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അത് ഇന്ന പ്രായത്തിൽ ഇന്നൊരാളോട് അങ്ങനെ നമുക്ക് തോന്നണമെന്നില്ല. ചിലപ്പം നമുക്ക് ഇപ്പം ചില 70 വയസ്സിലും 80 വയസ്സിലും ഒക്കെ ഉള്ളവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടെ കാര്യം നോക്കി അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ കാണുമ്പോഴത്തേനും നമുക്ക് അവരോട് ഒരു പ്രത്യേകതരം റെസ്പെക്ട് ഒക്കെ തോന്നും. അടുത്ത ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മള് നോ പറയേണ്ട അടുത്ത് നോ പറയാനും, നമ്മുടെ ഡിസിഷൻസ് മാർക്ക് ചെയ്യാനും, നമ്മുടെ ഒപ്പീനിയൻസ് പറയാനും ഉള്ള ഒരു ഫ്രീഡം നമുക്ക് വേണം, ഒരു കോൺഫിഡൻസ് വേണം, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം. പിന്നെ ഒരു അത്യാവശ്യം കറന്റ് കാര്യങ്ങളെ കുറിച്ചുള്ള നോളജ് ഒത്തിരി വായിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടു സെറ്റ് ബൗണ്ടറീസ് എന്നുള്ളതാണ്. അത് എൻ്റെ ലൈഫിൽ എന്നുള്ള എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. ഞാൻ കുറെ കാലഘട്ടം വരെ എൻ്റെ ലൈഫിൽ അങ്ങനെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. കാരണം ആർക്കും വന്ന് ചവിട്ടി തേച്ചിട്ട് പോകാം എന്നുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു എൻ്റെത്. ലൈക്ക് ആരെന്ത് പറഞ്ഞാലും യെസ് പറയുക. ഞാൻ എന്നെ തന്നെ എന്താ പറയുക ഒത്തിരി കഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും ബാക്കിയുള്ളവർക്ക് ചെയ്തു കൊടുക്കുക, ബാക്കിയുള്ളവരുടെ പുറകെ നടക്കുക, ഇങ്ങനെ ഉള്ള ഒരു ടൈപ്പ്. അപ്പൊ അതാണ് എനിക്ക് എൻ്റെ ക്യാരക്ടറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് മോൾഡ് ചെയ്തെടുക്കേണ്ട ഒരു സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പൊ ഏത് റിലേഷൻ ആണെങ്കിലും, ഇപ്പൊ നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഏതൊരു റിലേഷൻ ആണെങ്കിലും നമ്മൾ അവരുടെ പുറകെ ഇങ്ങനെ നടക്കുമ്പം നമുക്ക് അവിടെ പ്രത്യേകിച്ച് ഒരു വാല്യൂയും കാണത്തില്ല. മനസ്സിലായില്ലേ? നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. നമ്മൾ ഇച്ചിരി മാറി നിന്നാലും അവരുടെ ലൈഫിൽ നമ്മുടെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കണം. ചില ആൾക്കാരുണ്ട് ഇങ്ങനെ പുറകെ നടന്ന് എല്ലാം ചെയ്തു കൊടുത്ത് അങ്ങനെയുള്ളവർക്ക് സത്യം പറഞ്ഞ വില കാണത്തില്ല. എന്റെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുമ്പം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ അവരെ ഒത്തിരി സന്തോഷിപ്പിക്കുമ്പം നമുക്ക് അവരുടെ സ്നേഹം കിട്ടും, അല്ലെ അവരെ നമ്മളെ ഓർത്തിരിക്കും. ഒന്നുമില്ല. ഇതൊന്നും ചെയ്തു കൊടുക്കാണ്ട് ആരെങ്കിലും ഒരാള് ഒരു ദിവസം വന്ന് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അവർക്കായിരിക്കും ഏറ്റവും വില. ഇതിപ്പോ ഏറ്റവും കൂടുതൽ ജീവിതകാലം മൊത്തം ചെയ്തു കൊടുത്ത നമുക്കൊരു വിലയും കാണത്തില്ലെന്ന് മാത്രമല്ല, എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് ഇച്ചിരി ഒന്ന് പിന്നോക്കമായാൽ അത് എടുത്തു പറഞ്ഞ് നിൽക്കാനായിട്ടും ആൾക്കാർ കാണും. സോ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് വേണം, നമ്മുടേതായിട്ടുള്ള ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ആൾക്കാരോട്ട് വഴക്കുണ്ടാക്കണം, പിണങ്ങണം എന്നല്ല, ആൾക്കാരെ സഹായിക്കേണ്ട സമയത്ത് സഹായിക്കണം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് വെച്ചിട്ട് ഇപ്പൊ ഒരാൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് എന്നെ വിളിച്ചു,
അപ്പൊ ഞാനിങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ ബൗണ്ടറി സെറ്റ് ചെയ്യാലോ, പോവാണ്ടിരുന്നാലോ, അതല്ല കേട്ടോ. അതല്ലാണ്ട് നമുക്കറിയാലോ, ഞാൻ പറഞ്ഞ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഹെൽത്തി ബൗണ്ടറി ഏതൊരു റിലേഷനിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എങ്കിലേ ആ ഒരു റിലേഷൻ, ഏത് റിലേഷൻ ആണെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മളൊരു ഹെൽത്തി ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആൾക്കാർക്ക് അറിയാണ്ട് തന്നെ നമ്മളോടൊരു റെസ്പെക്റ്റും ഒരു ബഹുമാനവും, നമ്മളൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു തോന്നലൊക്കെ വരും. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ചേരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടല്ലോ, അവരുടെ പോലത്തെ ഒരു പേഴ്സണാലിറ്റി എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെ ആഗ്രഹിച്ചു പോകുന്ന ഒരു പേഴ്സണാലിറ്റിയിലൂടെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഐ ഹോപ്പ്, എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമുള്ള ആളല്ല, പക്ഷെ എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായ കുറെ പരാജയങ്ങളും ബാക്കിയുള്ള ലൈഫിൽ നിന്ന് ഞാൻ കണ്ടുപഠിച്ച കുറെ കാര്യങ്ങളും എല്ലാം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ദാറ്റ്സ് ഓൾ. ബൈ ബൈ.